ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മാവ് റെഡിയാക്കണം. പിസ്സൻ്റെ മാവിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ 2 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണോളം വാം വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ഗ്ലാസ് പാല്. ഇനി നമുക്കിതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഡോ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിക്കുന്നത്. ഈ ഓയിലിൽ നിങ്ങൾക്ക് ബട്ടർ ആകാം, വെജിറ്റബിൾ ഓയിലാകാം, സൺഫ്ലവർ ഓയിലാകാം, ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഒഴികെ. ഇത് ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാം വാട്ടർ തന്നെ ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മാവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ചായിട്ട് മൈദ ഇട്ടിട്ട് ഞാനിത് കുഴച്ചെടുക്കുന്നു. ഇത് കറക്റ്റായിട്ടുള്ള ഒരു അളവ് പറയാൻ എനിക്കറിയില്ല, കാരണം കുറച്ച് മാവ് കൂടുതലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശ കണക്ക് പറയുന്നെങ്കിൽ പാലും വെള്ളവും കൂട്ടിയിട്ട് 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസോളം മൈദ വേണ്ടി വരും. ഈ ഒരു പരുവം ആകുന്നത് വരെ നമ്മൾ മാവ് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതുപോലെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാവും വേസ്റ്റ് ആവാണ്ട് എടുക്കാൻ പറ്റും, എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ കൃത്യം 2 മണിക്കൂറിന് ശേഷം നമ്മളെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒരു ബോൾ സൈസിൽ എടുത്ത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും പിസ്സ റെഡിയാക്കാം. മിനി പിസ്സ ആക്കാം, മീഡിയം സൈസ് ആക്കാം, ലാർജ് സൈസ് ആക്കാം, ഏത് സൈസ് വേണമെങ്കിലും. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം ഉപയോഗിക്കാം. ഏകദേശം ഒരു റൗണ്ട് സൈസ് ആകുന്നത് വരെ നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അതിനുശേഷം 2 കൈയിലും ഇട്ടിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പരന്ന് കിട്ടും. ഇനി ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിലോ മൈദയോ ഇട്ടിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് കുറച്ചൊന്ന് വലിച്ചു കൊടുക്കാം. നോർമൽ പിസ്സയാണ് നിങ്ങൾ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാനിങ്ങനെ ചീസ് വെച്ച് സ്റ്റഫ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കുറച്ചും കൂടെ വലിച്ചു കൊടുത്തത്. എല്ലാ സൈഡിലും ഇങ്ങനെ ചീസ് വെച്ചെടുത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റഫ്ഡ് ക്രസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്സ സോസാണ് ആഡ് ചെയ്യേണ്ടത്. പിസ്സ സോസ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ടൊമാറ്റോ പേസ്റ്റിൽ കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് മാത്രം ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും മീറ്റും ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഇട്ടത് മഷ്റൂം, യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കം മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് 3 കളർ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ടൊമാറ്റോ പീസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇന്നലെ ബാക്കിയായ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പീസാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടെ ഇട്ട്
കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇടുന്നുണ്ട്, കുറച്ച് സ്പൈസി ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ചീസും കൂടെ വെച്ച് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നോർമൽ ക്രസ്റ്റുള്ള പിസ്സയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഓയിലോ ബട്ടർ എന്തെങ്കിലും ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ പിസ്സ ഉണ്ടാക്കിയെടുത്താൽ മതി. അല്ല ഇതുപോലെ സ്റ്റഫ്ഡ് ക്രസ്റ്റാണ് നിങ്ങൾ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓവനിൽ തന്നെ വെക്കേണ്ടി വരും. കാരണം ക്രസ്റ്റ് നമ്മൾ മടക്കിയ ഭാഗം വെന്ത് കിട്ടാൻ ഓവൻ തന്നെ വേണ്ടി വരും. അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഇട്ട്, ചിക്കൻ ഇട്ട്, ചീസ് ഇട്ട്, കുറച്ച് ഒറിഗാനോയും കൂടെ മുകളിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിൽ കുറച്ച് ബട്ടറും കൂടെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പിസ്സ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ച് അധികം ആയിനെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് ഡോ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിനെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.